ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുവാണോ? ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നല്ലൊരു മഴ വരാനുള്ള തയ്യാറെടുപ്പാന്ന് തോന്നുന്നു. ആകെ ഒരു ഇരുണ്ട് മൂടിയായിട്ട് ഇരിക്കണത്. ചിലപ്പം ഇപ്പം തന്നെ മഴ പെയ്യും, അല്ലെങ്കിൽ ഇത്തിരി നേരം കഴിഞ്ഞ് മഴ പെയ്യും. എന്തായാലും ഇന്ന് മഴ ഉറപ്പാണ് കേട്ടോ. അപ്പോൾ പകൽ നല്ല വെയിലായിരുന്നു. ഇപ്പോഴാട്ടോ ഒരു മഴയുടെ ഒക്കെ ഒരു മൂഡിലൊക്കെ വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ ചെറിയൊരു ടിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കണം കേട്ടോ. നല്ല അടിപൊളി ടിപ്പാണ്. അതായത് നമ്മുടെ മുഖത്തെ കുഴികളൊക്കെ മാറാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ കൊച്ചു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഇടാം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഫേസ് പാക്കിന് എടുത്തേക്കണത് എനിക്ക് ഐസാണ് കേട്ടോ. കണ്ടോ, ഐസ് കട്ടയാണ്, വെറും വെള്ളമല്ല കേട്ടോ. ഇതിനകത്ത് കുക്കുംബറിൻ്റെ ജ്യൂസും നാരങ്ങയും ചേർത്തുള്ള അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. നമ്മുടെ മുഖത്തിലെ കുഴികളൊക്കെ പോകാനും വരണ്ട ചർമ്മമൊക്കെ ഒന്ന് നല്ല സൂപ്പറാകാനും ചുളിവുകളൊക്കെ പോകാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ഐസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ, സൂപ്പറാണ്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റായിട്ട് ഒരിക്കലും മുഖത്ത് തേക്കരുത്. അതിനായിട്ട് ഞാനിത് ഒരു ടവൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ടവലിലോട്ട് നമുക്ക് എടുക്കാനുള്ള ഐസ് തുണിയിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, നമ്മുടെ കവിളിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതുപോലെ കണ്ണിൻ്റെ ഇവിടെയുള്ള ചുളിവുകളൊക്കെ പോകാനും, കണ്ണിന് എന്താ പറയുക, നമ്മളെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ, ഈ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ വീർത്ത പോലെ ഇരിക്കില്ലേ, ഈ കണ്ണിൻ്റെ ഈ സൈഡ് താഴെയൊക്കെ അവിടെയൊക്കെ കുറയാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഐസ് പാക്കൊക്കെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. മുഖക്കുരു മാത്രമല്ല, ഞാൻ പറഞ്ഞു മുഖക്കുരു പോകാനും നല്ലതാണ്, വരണ്ട ചർമ്മമൊക്കെ പോകാനൊക്കെ നല്ലതാണ്. കാരണം ഇതിൽ നമ്മുടെ കുക്കുംബർ ജ്യൂസാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുക്കുംബർ ജ്യൂസ് ചേർക്കുമ്പോൾ നമ്മുടെ വരണ്ട ചർമ്മമൊക്കെ മാറി നല്ല മിനുസമുള്ളതാക്കാൻ, മുഖം നല്ലൊരു ക്ലിയർ ആവും. വെളുക്കും എന്നല്ല ഞാൻ പറയണത്, മുഖം നല്ല ക്ലിയർ ആവുന്ന കേട്ടോ. അധികം ആൾക്കാരും എൻ്റെ കമൻറ്റ് കണ്ട് ചോദിക്കുന്നുണ്ട്, വെളുക്കൊന്നും പണ്ട് നീ എന്താ വെളുക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഇന്നാട്ടോ ഞാൻ എൻ്റെ കമൻറ്റ് കണ്ടത്. ഒരു എന്നായിരുന്നു, കട്ടാർവാഴയും വെളിച്ചെണ്ണയും ചേർത്ത് അതിൽ ഞാൻ വെളുക്കും എന്നല്ല പറഞ്ഞത്, നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവുമെന്നാണ് പറഞ്ഞത്. അത് വെളുക്കുന്നാണോ ഞാൻ ഉദ്ദേശിച്ചത്? അല്ല, ക്ലിയർ ആവുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആവും കേട്ടോ. കവളൊക്കെ നല്ല സ്റ്റൈലാവും. നല്ല വെളുത്തവരാണെങ്കിലും കറുത്തവരാണെങ്കിലും നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കവിൾത്തട ഇങ്ങനെ ഒരു തിളക്കമുണ്ടാവും. കണ്ടോ, ഇങ്ങനെ ചിരിക്കുമ്പോൾ നമുക്കൊരു തിളക്കം കിട്ടില്ലേ. അപ്പം ഇതുപോലത്തെ ഒരു ഐസ് പാക്കൊക്കെ ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം കേട്ടോ. അപ്പോൾ എന്നെ 2-3 കൂട്ടുകാരൻ ചോദിച്ചായിരുന്നു എന്നോട്, മുഖക്കുഴി മാറാനുള്ള ഒരു ടിപ്പ് എടുക്കണ ചേച്ചി. അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ്, എൻ്റെ കൂട്ടുകാർ പറഞ്ഞല്ല, അപ്പോൾ എനിക്ക് ചെയ്യണമല്ലോ, നല്ലൊരു പാക്ക് ഒന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു പാക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കുക്കുംബർ വെച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ നീരിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇതേപോലെ ഐസ് പാക്ക് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐസ് ക്യൂബായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലതാണ്, കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറേ നല്ല. അതുപോലെ ഇതും നല്ലതാണ്, കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറേ നല്ലതാണ് കേട്ടോ. ഒത്തിരി നേരം വെക്കരുത്, ഒത്തിരി നേരം ഇങ്ങനെ അങ്ങ് വെച്ച് ഇങ്ങനെ ഒരു മസാജ് പോലെ ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ചുണ്ടിൻ്റെ കറുപ്പ് ഭാഗങ്ങളൊക്കെ കുറയാനൊക്കെ നല്ലതാണ്, അടിപൊളിയാണ്. ഈ പൊടികളൊക്കെ ചേർത്തുള്ള പാക്കുകളൊക്കെ ഇടാൻ മടിയുള്ളവർക്കുള്ള ഒരു സൂത്രപ്പണിയാണ് ഇത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം. ഒരു തുണി ഉപയോഗിച്ച് തന്നെ ഇതേപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പണ്ട് ഐസ് ക്യൂബ് എടുത്ത് ചുമ്മാ മുഖത്തിങ്ങനെ ഉരസുമായിരുന്നു. പക്ഷേ അതങ്ങനെ ഐസ് ക്യൂബ് മുഖത്ത് നല്ലതെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അങ്ങനെ ഉരസുന്നത് അത്ര നല്ലതല്ല എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ. നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ കറുത്ത പാട് വരും. ഒരിക്കലും ഡയറക്റ്റായിട്ട് ഐസ് ക്യൂബ് മുഖത്ത് ഉരസരുത്. ഒരു തുണിയോ എന്തെങ്കിലും ഒരു കോട്ടണൊക്കെ ഉപയോഗിച്ചിട്ട്
ചെയ്തോളൂ കേട്ടോ. അടിപൊളിയായിരിക്കും. കുഞ്ഞു കുഞ്ഞു കുരുക്കുകൾ, അതായത് കുരുക്കൾ, അതായത് നമ്മുടെ ഈ നെറ്റിൻ്റെ സൈഡിൽ കവിളുടെ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കളുണ്ടാവുമല്ലോ, അതൊക്കെ കുറേ നല്ലതാണ്. പ്രത്യേകിച്ച് വേനൽക്കാലമില്ലേ, വേനൽക്കാലത്താണല്ലോ നമുക്ക് കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ നമ്മുടെ നെറ്റിൻ്റെ സൈഡിലൊക്കെ വരുമല്ലോ. അതിനൊക്കെ പറ്റിയ അടിപൊളി ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. എളുപ്പമാണ് ഇതിന് നീരങ്ങ് എടുക്കുക. ഇത് ഞാൻ എടുത്തത് ഒരു 1/4 ഭാഗം കുക്കുംബർ എടുത്തു കേട്ടോ. ഒരു ഇടത്തരം കുക്കുംബർ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞു കേട്ടോ. തൊലി കളയാതെ നമുക്ക് എടുക്കാം, പക്ഷേ ഇത് കടയിൽ നിന്നല്ല മേടിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പേടിയായിപ്പോയി. അതുകൊണ്ട് ഞാൻ തൊലിയൊക്കെ നല്ല വൃത്തിയിൽ കളഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നീര് ഞാൻ പിഴിഞ്ഞെടുത്ത് അതിലോട്ട് കുറച്ച് നാരങ്ങയുടെ നീര്, ഒരു ചെറിയ നാരങ്ങയായിരുന്നു, അതിലൊരു 1/4 ഭാഗം ഞാൻ പിഴിഞ്ഞെടുത്തോളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 ഭാഗം, വേണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു 5-6 തുള്ളി ഒഴിച്ചാലും മതി കേട്ടോ. ചെറുനാരങ്ങയുടെ നീര് മുഖത്ത് തേച്ച് അലർജി ഉള്ളവർ അങ്ങനെ ചെയ്താൽ മതിയേ. അപ്പോൾ ഞാൻ എൻ്റെ ഐസ് ക്യൂബൊക്കെ വെള്ളമായിട്ടുണ്ട്. ഇനിയിപ്പം കുഴപ്പമില്ല, നമുക്ക് തുണിയിൽ മുക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത് രാവിലെ ഞാൻ ചെയ്ത് വെച്ചതായിരുന്നേ. അപ്പം എനിക്ക് ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്, ഇപ്പം വൈകുന്നേരമായിട്ടാണ് അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റിയത്. ഞാനിന്ന് സ്കൂളിൽ എനിക്ക് പോകണമായിരുന്നു, സ്കൂളിൽ പോയതുകൊണ്ട് താമസിച്ച് പോയി. ഇച്ചിരി നേരം എടുത്ത് വെച്ചോളൂ, അപ്പോഴത്തേക്കും വെള്ളമായിട്ടോ. നമുക്കിതിങ്ങനെ ഐസ് ക്യൂബ് ആക്കി വെക്കുവാണെങ്കിൽ ദിവസം തേക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് ദിവസം നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഉരസിച്ച് കൊടുത്ത് ഇങ്ങനെ ഐസ് ക്യൂബ് കൊണ്ട് മുഖത്തൊന്ന് തേച്ച് കൊടുത്താൽ മതി. വളരെ നല്ലതാണ്, എല്ലാ സ്കിന്നുകാർക്കും നല്ലതാണ്. ഇനി മുഖക്കുരു ഇല്ലാത്തവർക്കാണെങ്കിലും കുഴപ്പമില്ല, മുഖം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. വെളുക്കുമെന്നല്ല പറയണം, നല്ലൊരു ഭംഗിയുണ്ട്, മുഖക്കവളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു നല്ല രക്തപ്രസാദം ഉണ്ടാകും നമ്മുടെ കവളൊക്കെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, എല്ലാ ദിവസവും ചെയ്യുക. രാവിലെയും വൈകുന്നേരവും നല്ലോണം മുഖക്കുഴിയുള്ളവർ രാവിലെയും വൈകുന്നേരം ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല കേട്ടോ. വേഗം നന്നായിട്ട് കുറഞ്ഞോളും. കഴുത്തിക്കൊണ്ട് തേച്ച് കൊടുക്കാവേ. അപ്പോൾ ഇതെൻ്റെ ഇതൊക്കെ വെള്ളമായിട്ടോ. എൻ്റെ ഐസ് ക്യൂബൊക്കെ വെള്ളമായി ചെറിയൊരു കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് തുണിയിൽ വെച്ചിട്ട് കഴുത്തിലേക്കൊന്ന് ഉരസി കൊടുക്കാം. എൻ്റെ ഭാഷ കേട്ടിട്ട് ചിരി വരുന്നുണ്ടാവും അല്ലേ. ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കാം. ചേട്ടാ എടുക്കുക, കുഞ്ഞിനും പോവാണോ? വലിയ മഴ വരാൻ പോകുന്നീസേ. അപ്പോൾ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങി കിട്ടട്ടെ കേട്ടോ. 2-3 മണിക്കൂർ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്തായാലും കുളിക്കാൻ പോകുന്നവരെ തേക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്കായിട്ട് ഒന്ന് കാണിച്ചു തന്നാണ് എങ്ങനെ തേക്കണം എന്നൊക്കെ. ഈ പാക്ക് തേച്ച് നീ വെളുത്തില്ലല്ലോ, നീ എന്താ പാല് പോലെ വെളുക്കാതെ ഒന്നും ചോദിക്കരുത്. നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവും എന്നാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുഖത്തിൽ കുഴികൾ പോകും, കുരുക്കൾ പോകും, പിന്നെ വരണ്ട ചർമ്മക്കാർക്ക് നല്ലതാണ്. പിന്നെ മുഖം നല്ലൊരു ക്ലിയർ ഇടും, നല്ലൊരു തിളക്കം ഉണ്ടാവും എന്നാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് നല്ല വെളുത്ത് പാല് പോലെ ആവുമെന്നല്ല കേട്ടോ, അതെല്ലാവരും കളിയാക്കരുത്. അപ്പോൾ നല്ല വൃത്തി തേച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയൊരു ടിപ്പും കൂടെ കാണിച്ചു തരാം. നമ്മുടെ ചുണ്ടിലെ കറുപ്പൊക്കെ മാറി ചെറിയൊരു പിങ്ക് കളറൊക്കെ ആകാൻ പറ്റും നല്ല അടിപൊളി ടിപ്പുണ്ട്, അതും കൂടെ കാണിച്ചു തരാവേ. മുഖത്ത് തേച്ചത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചുണ്ടിലേക്ക് കറുപ്പ് നിറമൊക്കെ മാറാൻ പറ്റും നല്ല അടിപൊളി ഒരു സ്ക്രബ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് ഇത്തിരി പഞ്ചസാരയായിട്ട് എടുത്തേക്കണത്, കാണുന്നുണ്ടോ? കുറച്ച് എടുത്തുള്ളൂ കേട്ടോ. പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞിനോട് ചിരിപ്പിച്ചുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ സ്ക്രബൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ ചുണ്ടിലെ കറുത്ത പാടുകളൊക്കെ മാറി ചുണ്ടൊക്കെ നല്ലൊരു സോഫ്റ്റ് ആകാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ മുഖവും കഴുത്തും കൈയൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്യാറുണ്ട്, പക്ഷേ ചുണ്ടിലൊന്നും അധികം ആൾക്കാരും സ്ക്രബ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് നമ്മുടെ ഈ ഡെഡ് സെല്ലൊക്കെ ഒന്ന് കളയണം കേട്ടോ. അപ്പോൾ നമുക്കിത് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എന്നാലും വലിയൊരു മഴ വരാനുള്ള പുറപ്പാടാണ്. ചീവിടിൻ്റെ ഒച്ചയും ബഹളമൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ പതുക്കെ സ്ക്രബ് ചെയ്യണം കേട്ടോ. പതുക്കെ
സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുപോലത്തെ ഫേസ് പാക്കും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കൊള്ളില്ലെങ്കിൽ നിങ്ങൾ പറ, കൊള്ളിയില്ല അത് എന്നാ സ്ക്രബാണ് അല്ലെങ്കിൽ എന്നാ പാക്കാന്ന് പറ കേട്ടോ. നിങ്ങൾ കൊള്ളില്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ പോരാ. അതിന് മുമ്പ് നിങ്ങൾ എന്നാത്തിനാണ് ഇത് എന്നതാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുന്നത് കേട്ടോ. നല്ല കൂട്ടുകാരൊക്കെ ഉണ്ട്, അതിൽ കുറച്ച് കൂട്ടുകാരെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ആൾക്കാർ അവർ ഇതുപോലെ നെഗറ്റീവ് കമൻസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും കണക്കാക്കാതെ ഞാൻ ചിരിച്ചുകൊണ്ടൊക്കെ, നമ്മൾ ചിരിച്ചോണ്ടുള്ള സിഗ്നലൊക്കെ ഉള്ളൂ. കുഴപ്പമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ, ഇഷ്ടമില്ലാത്തവരെ കാണണ്ടേ. ഇതുപോലെ നാച്ചുറൽ സംഭവങ്ങൾ ടിപ്സൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് എടുത്തിട്ട് ഉള്ള പാക്കിങ്ങോ അങ്ങനെയൊന്നുമല്ല. പിന്നെ ഇവരെന്തിനും ഇങ്ങനെയൊക്കെ കളിയാക്കി പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ നാച്ചുറൽ പാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്ത് സാധനം വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേച്ചെങ്കിൽ അത് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് തേച്ചാലൊന്നും നമുക്ക് അതിൻ്റെ ഒന്നും റിസൾട്ട് അറിയാൻ പറ്റില്ല കേട്ടോ. ചില ആൾക്ക് വേഗം തന്നെ അതിന് റിസൾട്ട് അറിയാൻ പറ്റും, ചില ആൾക്ക് ഒത്തിരി നാൾ പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് പതുക്കെ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ, അല്ല നമ്മുടെ ചുണ്ടിൻ്റെ സൈഡൊക്കെ പൊട്ടു കേട്ടോ. നമുക്ക് നോക്കിയിട്ട് സ്ക്രബ് ചെയ്യണേ. ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ ഇവിടെയൊക്കെ നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ കറുത്ത പാടുണ്ടാവും. ഇത് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ആ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ പോയി നല്ല സോഫ്റ്റ് ആവുമേ. അപ്പോൾ അത്ര ചെയ്താൽ മതി. നമുക്ക് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കാവേ. വേണമെങ്കിൽ ഇതിലേക്ക് ഇച്ചിരി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചുകൊണ്ടാണ്. സ്കൂളൊക്കെ വിട്ടു. ആവശ്യത്തിന് ഞാൻ ഇന്ന് സ്കൂളിൽ പോയായിരുന്നു ഞാൻ, അതുകൊണ്ട് പിള്ളേരെ നേരത്തെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നായിരുന്നു. ബാക്കി കുറച്ച് പിള്ളേർ ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്തു ആഴ്ചയിൽ ഒറ്റ തവണ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആവും. ഇനി നമുക്ക് ചുണ്ടി തേക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു സിറം ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് സിറം ഉണ്ടാക്കേണ്ടത് അതിന് ഏറ്റവും നല്ല യോജിച്ച സാധനമാണ് ഗ്ലിസറിൻ. ഗ്ലിസറിൻ നമ്മുടെ ചുണ്ടൊക്കെ നല്ല ചുമക്കാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രത്തിൽ കുറച്ച് ഗ്ലിസറിൻ എടുക്കാവേ, കുറച്ച് മാത്രം എടുത്താൽ മതി. എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു സൂപ്പർ ചേർക്കാനുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിതാ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട. നമ്മളെടുക്കുന്ന ഗ്ലിസറിൻ എടുക്കുന്ന അളവിന് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. മതി. ചെറുനാരങ്ങയുടെ കുരു ഇതിൽ ചാടിപ്പോയായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കിടക്കാൻ നേരത്ത്, രാവിലെ തേച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കിടക്കാൻ നേരത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ രാവിലെ ആകുമ്പോൾ നമ്മുടെ ചുണ്ടിനൊക്കെ ചെറിയൊരു നിർവ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് തേച്ച് കിടക്കുക. ഗ്ലിസറിൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഒരു ചെറിയൊരു പുക, ഒരു ചൂട് പോലെ തോന്നും കേട്ടോ. അത് ഗ്ലിസറിൻ്റെ ഇതാണ്, ഒരു ചൂട് പോലെ ഉള്ളത്. അതൊന്നും സാരില്ല കേട്ടോ. പിന്നെ ചില ആൾക്ക് ഗ്ലിസറിൻ അലർജിയോ ചൊറിച്ചിലോ എന്തൊക്കെയൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ ഇരിക്കേണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. ഇതിങ്ങനെ രാത്രിയിൽ എല്ലാ ദിവസവും നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല വ്യത്യാസം ഉണ്ടാവുക. പിന്നെ എൻ്റെ ഇവിടെ അങ്ങനെ വ്യത്യാസം വന്നില്ല. എനിക്ക് ഈ ചുണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല വ്യത്യാസം തോന്നും കേട്ടോ. അപ്പോൾ തേച്ച് കൊടുക്കാൻ മറക്കരുത്. ഇതാ ഇനി എനിക്കുണ്ട്. ഇത് ഫ്രിഡ്ജെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നാളെയൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ സ്ക്രബ്, ചുണ്ടിലുള്ള സ്ക്രബ് ചെയ്യുന്നത് ആഴ്ച ഒറ്റ ദിവസം ചെയ്താൽ മതി. അതുപോലെ ഗ്ലിസറിനും ചെറുനാരങ്ങയും കൂട്ടിയുള്ള മിശ്രിതം എല്ലാ ദിവസവും നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ നമ്മുടെ മുഖത്ത് ഞാനിപ്പോൾ ഇത് തേച്ചില്ലായിരുന്നു, ഒരു ഐസ് ക്യൂബ് തേച്ചില്ലായിരുന്നു, അതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് അതുകൊണ്ട് ഒരു ഒട്ടൽ പോലെയൊക്കെ ഉണ്ട്. നമുക്കിത് രാവിലെ എണീറ്റ ഉടനെ മുഖമൊക്കെ കഴുകി ഈ ഐസ് ക്യൂബ് എടുത്തിട്ട് മുഖം നന്നായിട്ടൊന്ന് ഉരസിച്ചാൽ, ഇങ്ങനെ ഉരച്ച് തേച്ചാൽ നല്ലതാണ് കേട്ടോ.
എല്ലാ സ്കിന്നുകാർക്കും നല്ലതാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല തിളക്കം ഉണ്ടാവും. പിന്നെ മുഖത്തിലെ കുഴികളൊക്കെ മാറും, കുരുക്കൾ വരെ പോകും. പിന്നെ ഇങ്ങനെ വരണ്ട ചർമ്മക്കാർക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ചുളിവുകളുള്ളവരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞാൻ മുട്ടയുടെ ഒരു ഫേസ് പാക്ക് ഇട്ടില്ലായിരുന്നോ, അതും നല്ലതാണ് കേട്ടോ. ചുളിവുകൾ പോവാനും മുഖത്തിലെ കുഴികളൊക്കെ പോകാൻ നല്ലതാണ്. അത് തേക്കാൻ മടിയുള്ളവർക്ക് ഈ ഐസ് ക്യൂബ് അടിപൊളിയാണ്. ഇതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്നൊന്നും കുറയില്ല. ഒരു 2-3 മാസമൊക്കെ കണ്ടിന്യൂസ് തേച്ചെങ്കിൽ മാത്രമേ കുറയുള്ളൂ. പിന്നെ ഒരു ചെറിയ തുണിയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഉരച്ചാൽ മതി, തേച്ചാൽ മതി കേട്ടോ. പിന്നെ എന്തുവാ, ഈ കക്കിരിക്കയുടെ നീരും ചെറുനാരങ്ങയുടെ നീരും ഇഷ്ടമില്ലാത്തവർ പേടിക്കേണ്ട. തക്കാളിയുടെ നീരെടുത്താൽ മതി. തക്കാളിയുടെ നീരും കുറച്ച് തേനും കൂടെ ചേർത്ത് ഐസ് ക്യൂബ് ആക്കിയിട്ട് മുഖത്ത് തേച്ചാലും നല്ലതാണ്. അല്ലെങ്കിൽ വെറും വെള്ളം തന്നെയില്ല, ഐസ് ക്യൂബ് ഉണ്ടാവുമല്ലോ, ഒന്നും ചേർക്കാത്ത വെള്ളം, ഐസ് ക്യൂബ്, അത് തേച്ചാലും നമ്മുടെ മുഖത്തിന് നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തേച്ച് നോക്കാം. അപ്പം ഞാനിപ്പോൾ എന്തായാലും മുഖമൊക്കെ നല്ല വൃത്തി കഴുകാൻ പോവുകയാണ്. കാരണം എനിക്കിത് കുളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. 2-3 പേര് ചോദിച്ചത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് വീഡിയോ എടുത്തേക്കണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടൊക്കെ എന്നോട് പറയണം കേട്ടോ. കൊള്ളാമെന്ന് പറയണം. ചെയ്ത് നോക്കിയിട്ട് കൊള്ളില്ലെങ്കിൽ മാത്രം ചീത്ത വിളിച്ചാൽ പോരെ. അല്ലെങ്കിൽ കൊള്ളുന്നതിന് മുന്നേ അയ്യേ കൊള്ളില്ല അതെന്തുവാന്നൊക്കെ പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മുഖം ഒന്ന് കഴുകിയിട്ട് വരാവേ, എന്നിട്ട് കാണിച്ചു തരാവേ. ഞാൻ എന്തായാലും മുഖമൊക്കെ നല്ല വൃത്തി കഴുകിയിട്ട് പോകുന്നു കേട്ടോ. എനിക്ക് എന്തായാലും കുളിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മുഖം കഴുകുമല്ലോ. എന്നൊക്കെ കഴുകി കഴിഞ്ഞാൽ ഞാനും നമുക്ക് ചെറിയൊരു തിളക്കം ഉണ്ടാവും മുഖത്തിന് കേട്ടോ. അതായത് മുഖത്തിൻ്റെ പാടുകളൊക്കെ പോകാനൊക്കെ നല്ല അടിപൊളി സാധനമൊക്കെ കുക്കുംബർ. അപ്പോൾ നല്ല തിളക്കമൊക്കെ ഉണ്ടാവും. കവിളിനകത്തൊക്കെ നല്ലൊരു തിളക്കമുണ്ട്. പിന്നെ നല്ലൊരു ഹൈഡ്രേഷൻ ഉണ്ടാവും, ഒരു ഈർപ്പുണ്ടാവും നമ്മുടെ മുഖത്തിന് കേട്ടോ. പിന്നെ വരണ്ട ചർമ്മക്കാർക്ക് വളരെ നല്ലതായിരിക്കും. കാരണം ഒരു ഡ്രൈ ആയിട്ടിരിക്കില്ല, നല്ല തിളക്കും, നല്ല സോഫ്റ്റൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. എല്ലാ സ്കിന്നുകാർക്കും വളരെ നല്ലതാണ് കേട്ടോ. ഓയിൽ സ്കിന്നുകാർക്കും വരണ്ട ചർമ്മക്കൊക്കെ നല്ലതാണ്. അവരുടെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോയിങ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവില്ലേ. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.